ഹലോ നമസ്കാരം. ഞാൻ എങ്ങനെയോ വന്ന് പെട്ടെന്ന് അവര് വരൂല എക്സാം ചെയ്താൽ നമ്മൾ തന്നെ എഴുതണം. കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോധം വരും. അപ്പുറത്തുള്ള ആൾക്ക് കൂടുതൽ മാർക്ക് പാടില്ല. കുറെ ആൾക്കാരെ കൊണ്ട് അവന്റെ മുഖം മാന്തിപ്പിച്ചിട്ടും മെന്റോർ ചെയ്യും നല്ല രീതിയിൽ. താല്പര്യമില്ലാണ്ട് വരച്ചു കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല. നമ്മൾ തലേന്ന് പോയിട്ട് കുറെ കുപ്പി പാട്ട് അതൊക്കെ പെറുക്കി വരിക. കുടുംബക്കാർക്കൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഹലോ നമസ്കാരം. തിങ്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കാലിക്കറ്റ് തിങ്കിന്റെ ഈ വർഷത്തെ ടോപ്പേഴ്സായ 3 വിദ്യാർത്ഥികളാണ്. ഹായ്, ഞാൻ അഫ്രീദ് ഹസീൻ. ഞാൻ തിങ്കിന്റെ റെഗുലർ ബാച്ചിന്റെ പ്രീവിയസ് സ്റ്റുഡന്റ് ആണ്. നിഫ്റ്റ് ചെന്നൈ കിട്ടിയിട്ടുണ്ട്, എഡിക്കാണ് പോകുന്നത്. ഹായ്, ഞാൻ ഹിത. ഞാൻ തിങ്ക് കാലിക്കറ്റിലെ റെഗുലർ ഡിസൈൻ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ ബാംഗ്ലൂർ നിഫ്റ്റില് എഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ്, ഞാൻ അഭിരാം. ഞാൻ തിങ്കില് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ച് ഇപ്പോൾ നിഫ്റ്റ് ചെന്നൈയിൽ FC കിട്ടി. എന്തുകൊണ്ടാണ് ഡിസൈൻ റാങ്ക് ആയിട്ട് പറയണോ? ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് വേറെ ഒന്നും അറിയില്ല. വേറെ പല പരിപാടി നോക്കിയിട്ടും നടന്നിട്ടില്ല. ഞാൻ ഇതിനു മുന്നേ എൻജിനീയറിങ്ങിൻ്റെ കോച്ചിങ്ങിന് പോയി. പകുതി എത്തിയപ്പം തന്നെ മനസ്സിലായി NL മുടിയാത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി വന്ന് പിന്നെ ഡിസൈൻ ഓൾറെഡി മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ചെയ്യുന്ന സെയിം പാത്ത് ഫോളോ ചെയ്തിട്ട് ഞാനും എന്താ പറയുക എൻജിനീയറിങ്ങിൻ്റെ പാത്തിലേക്ക് പോവുമായിരുന്നു. പക്ഷേ എന്തോ ഒരു വെളിച്ചം വന്ന് അവിടെ നിന്ന് ഇറങ്ങി നേരെ +2 കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് കോച്ചിങ്ങിന് വേണ്ടി തറവായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനമെടുത്തത്. ഞാൻ എങ്ങനെയോ വന്ന് പെട്ടെന്നാണ് ഡിസൈനിലേക്ക്. എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഒരു അക്കാഡമിക് സ്റ്റുഡൻ്റ് ആണ് ആക്ച്വലി. ഇങ്ങനെ പഠിച്ചു പോകുന്ന ടൈപ്പായിരുന്നു. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഡിസൈൻ ചെയ്യണമെന്ന്. പക്ഷെ നിഫ്റ്റ് ആയിരുന്നു താല്പര്യം. അപ്പോൾ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിഫ്റ്റ് പോണതിനെ പറ്റിയിട്ട്. കാരണം അധികം ആർക്ക് നിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അധികം അറിയില്ലല്ലോ അതിനെ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വിട്ടു. എന്നിട്ട് നീറ്റിലേക്ക് പോയി. പിന്നെ അത് പറ്റില്ല എന്ന് തോന്നി. പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. പിന്നെ ഇവിടെ മാത്സ് ഉണ്ടെന്ന് വിചാരിച്ച് പിന്നെ അതന്നെ വിട്ട് അങ്ങോട്ട് തന്നെ പോയി. പിന്നെ മാത്സ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. എങ്ങനെ കൺവിൻസ് ചെയ്തു പാരന്റ്സിനൊക്കെ? ഡിസൈൻ ആണ് എന്റെ റാങ്ക് വന്നപ്പോൾ കൺവിൻസ് ആയി. അവസാനമല്ലേ, ആദ്യം ഒരു കൺവിൻഷൻ ഉണ്ടാവുമല്ലോ. ആദ്യം ഞാൻ മെനക്കെട്ട് പിന്നെ നടന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് എന്താ വെച്ചാൽ NID പറ്റി അറിയായിരുന്നു. അപ്പൊ NID കിട്ടുകയാണെങ്കിൽ പൊക്കോ എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അവർക്ക് നിഫ്റ്റിനെ പറ്റി വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് റാങ്ക് വരുന്നവരെയും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സാം ഫസ്റ്റ് എഴുതാൻ പോയ ടൈമിൽ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു സീനിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ആയിക്കോട്ടെ പറഞ്ഞു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കൺവിൻസ് ചെയ്യും. ഇപ്പൊ ഹാപ്പിയാണ്. അതെ, റാങ്ക് വന്നപ്പോഴാണ് നിഫ്റ്റിനെ പറ്റി അന്വേഷിച്ചത്. നല്ല റാങ്ക് വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുമല്ലോ. റാങ്ക് 58th റാങ്കാണ് വന്നത് CMR. അപ്പൊ ഞാൻ എൻ്റെ ഏറ്റവും മോശമായിട്ട് ഞാൻ ഒരു എക്സാം ആയിരുന്നു നിഫ്റ്റ്. അപ്പൊ കിട്ടുന്നേ വിചാരിച്ചു, ഞാൻ എഴുതാനേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. അപ്പൊ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു. നിഫ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. അപ്പോഴാണ് അതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പൊ വീട്ടുകാരെ പഠിക്കാൻ മടിയാണ്, വരക്കാൻ ഇഷ്ടം. അതെ. അപ്പോൾ ഡിസൈൻ എളുപ്പമാണോ? ഡിസൈൻ എളുപ്പമാണ് പറഞ്ഞോണ്ടല്ല. പക്ഷെ എനിക്ക് ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ കുത്തിരുന്ന് മാത്സോ ഫിസിക്സോ കെമിസ്ട്രി ഒന്നും പഠിക്കാൻ കഴിയൂല. എൻ്റെ ഒരു നെയ്ബർ ഉണ്ട്, മൽഹാർ. ഇപ്പോൾ തിങ്ക് പഠിച്ച തന്നെയാണ്. അവൻ NIDയിലാണ്. അവനോട് ചോദിച്ചിട്ട് കുറെ കാര്യങ്ങൾ അറിഞ്ഞ് തിങ്ക് പോയി ജോയിൻ ചെയ്തു. മോട്ടിവേറ്റഡ് ആയി. എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? എങ്ങനെ ഉണ്ടായിരുന്നു day 1 ഫസ്റ്റ് ഡേ തിങ്കിൽ? രസമായിരുന്നു. ലൈക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും. ഫസ്റ്റ് ഡേ ഞങ്ങൾ വരക്കണില്ല, എന്താ അവിടെ നടക്കുന്നത്, ലൈക്ക് എന്താ പഠിപ്പിക്കണ്, കുറെ ഡൗട്ട്സ് ഉണ്ട് കോളേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായാലും. ഇതൊക്കെ എപ്പോഴാണ് ചോദിക്കുക, അത് എപ്പോഴാണ് അറിയുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഡിസൈനെ പറ്റി ആ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും സ്റ്റഡി നടത്തിയിരുന്നോ? എക്സൈറ്റ്മെന്റ് എന്തൊക്കെ സാധ്യതകളുണ്ട് ധാരണ ഉണ്ടായിരുന്നു? ഏകദേശം ഗൂഗിളിലും കാര്യങ്ങളും തപ്പിയിരുന്നു. പിന്നെ +1 മുതൽ തന്നെ ഞാൻ ഡിസൈനർ ആവണമെന്ന് പറഞ്ഞിരിക്കുന്നു. വീട്ടുകാരുടെ ഉറച്ച മൈൻഡോട് കൂടി എനിക്ക് വേറെ ഒന്നിനും പോകാൻ പറ്റില്ല, ഇതിനൊന്നും നിൽക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡിസൈൻ ഫീൽഡ്, ഇപ്പോൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ നമുക്കൊരു +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി എല്ലാ വിദ്യാർത്ഥികളും ഒന്നുകിൽ ഗ്രാജുവേഷൻ കോഴ്സിന് പോവുക, അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിന് പോവുക. അപ്പോൾ ഡിസൈൻ കോഴ്സ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ വരുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പെഷ്യലാണ്. അപ്പോൾ അതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് പറയാമോ? അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 8th ഗ്രേഡൊക്കെ ടൈം കുറേ സ്വന്തം തന്നെ ആനിമേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അല്ലാണ്ട് സ്വന്തം തന്നെ എന്തെങ്കിലും ചെയ്യണം. അപ്പം വരക്കാൻ തുടങ്ങിയ ആ ഒരു ടൈമായപ്പം പിന്നെ ആനിമേഷൻ പഠിക്കാൻ തുടങ്ങി ചെറുങ്ങനെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് അപ്പം ഇതിനെക്കൊണ്ട് പറയാം എന്തെങ്കിലും ഒരു ലിവിങ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ് ഡിസൈൻ എന്ന് മനസ്സിലായി. അതിനുശേഷം കോളേജസിനെ പറ്റി റിസർച്ച് ചെയ്തു.
ഇങ്ങനെ ഒരു NID ഉണ്ട്, നിഫ്റ്റ് ഉണ്ട്, IITന്റെ UCD ഉണ്ട് എന്നൊക്കെ അറിയുന്നു. പിന്നെ അതിലേക്ക് വന്നതാ. പിന്നെ വേറെ ഒരു സംഭവത്തിനും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ചേട്ടൻ സയൻസിന്റെ ഫീൽഡിലേക്കായിരുന്നു പോയത്. അപ്പം ആദ്യമൊക്കെ ഞാനും വിചാരിച്ചത് എന്താ, ഫസ്റ്റ് വിചാരിച്ചത് ആസ്ട്രോണോട്ട് ആവണമെന്നൊക്കെ. പക്ഷെ അതൊന്നും നടക്കൂല. കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോധോദയം വരും. അപ്പം അങ്ങനെ വന്ന് പിന്നെ ഓക്കെ ഇത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എൻട്രൻസ് എഴുതിയാൽ കിട്ടുന്നതായി. പിന്നെ ഇങ്ങനെയാണ് മെയിൻ ഡിസൈനിലോട്ട് വന്നത്. ഇത് നമ്മുടെ രക്ഷിതാക്കളെ ആദ്യമായിട്ട് ഞാൻ ഡിസൈനിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവർക്കൊന്നും അത് അറിയില്ല ഇതിനെപ്പറ്റി. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോഴായിരുന്നു ഞാൻ ഇരുത്തി ഒരു ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു കൊടുത്ത്, ഇങ്ങനെ കുറേ കോളേജ് ഉണ്ട്, ഇങ്ങനെ കുറേ കോഴ്സ് ഉണ്ട്, എനിക്ക് ഇവിടെ പോകാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ എഞ്ചിനീയറിംഗ് ചേർന്നത്, എഞ്ചിനീയറിംഗിൻ്റെ കോച്ചിങ്ങിന് ചേർന്നത്. പക്ഷെ അവർക്ക് മനസ്സിലായിന് പെട്ടെന്ന് എനിക്ക് ഇതേ പറ്റൂന്ന്. കാരണം ഞാൻ മുമ്പേ ഇത് കുറേ വർക്കൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു, കുടുംബക്കാർക്കൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കുക, ആ വക സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അറിയായിരുന്നു ഞാൻ ഇതേപോലത്തെ എന്തെങ്കിലും ആയിരിക്കും പോവാന്ന്. അപ്പോൾ ഇത് കോഴ്സും കൂടി ഉണ്ടെന്നായപ്പോൾ ഓക്കെ, കോളേജ് ഉണ്ടല്ലോ പോവാലോ, അങ്ങനെ കൺസിഡർ ചെയ്തു. അവർക്ക് ആക്ച്വലി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് പുറത്ത് കാട്ടില്ലായിരുന്നു. അത് അവരിങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പൊക്കോ അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ നീറ്റ് ഇങ്ങനെ പറയും. നീറ്റിൽ പോകാൻ ഞാനും പിന്നെ അവസാനം ആയിക്കോട്ടെ തന്നെ നീറ്റിനെങ്കിൽ നീറ്റ് എന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ട് പിന്നെ വേണ്ട തോന്നി. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം എക്സാം എന്തായാലും എഴുതണം, എന്നാലേ വിടുള്ളൂ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടൈം എക്സാം പോയി എഴുതി. അപ്പോൾ വെറുതെ ഓരോ കോൺഫിഡൻസ് ഒക്കെ തോന്നി, നെക്സ്റ്റ് ടൈം എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. എനിക്ക് ചെറുപ്പം മുതൽ ഈ ആക്സസറീസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൺഗ്ലാസ്, വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ലൈക്ക് അതിന്റെ ബ്രാൻഡ്സ് എല്ലാം കാര്യങ്ങളായാലും എന്താ ഒരു ടൈമില് അർബൻ മങ്കി ബ്രാൻഡ് അവരും അറിയില്ല, അവരൊരു ഹയർ പോസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പോയപ്പോ ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആ ഒരു സാധനം ലൈക്ക് വീട്ടുകാരോട് ആദ്യം പറയണതാ, ഓക്കെ ഇതാണ് ഇങ്ങനെ ആവണം, പ്രൊഡക്റ്റിൽ ഡിസൈൻ ചെയ്യണം, സൺഗ്ലാസ് ഡിസൈൻ ചെയ്യണം, പാരീസിന്റെ ഫാഷൻ വീക്ക് പോണം, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ആഗ്രഹങ്ങളാണല്ലോ. വീട്ടുകാർക്ക് ആദ്യം ഒരു ലൈക്ക് അവർക്കും അറിയില്ല അതിനെപ്പറ്റി എന്താന്ന്, അവരാരും പോയി കണ്ടിട്ടുമില്ല. അങ്ങനെയാണ് ഞാൻ മറ്റേ നെയ്ബറിനെ വിളിച്ച് അവനെ ഫോൺ വിളിച്ച് കൊടുത്ത് ഒരു കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിങ്കിലേക്ക് വന്നിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് തിങ്ക്, വൈ തിങ്ക്? ഡിസൈൻ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഡിസൈന് വേണ്ടി നിങ്ങളൊരു പാരൻസിൻ്റെ അടുത്തൊരു കൺവിഷൻ ഒക്കെ നടത്തി, എന്തുകൊണ്ടാണ് തിങ്കിനെ സെലക്ട് ചെയ്യുന്നത്? ഫാക്ട്സ് വെച്ച് പറയുകയാണെങ്കിൽ തിങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് കൂടുതലായിരുന്നു. കേരളത്തിൽ ഡിസൈൻ കോച്ചിങ്ങിൽ ഏറ്റവും ലീഡായി നിൽക്കുന്നതും തിങ്കാണ്. അത് സത്യമാണ്. അത് കാരണം അവിടെ നല്ല ഫാക്കൽറ്റിയാണ്, അവിടെ നല്ലോണം ആൾക്കാരെ പഠിപ്പിക്കും, മെൻറ്റോർ ചെയ്യും നല്ല രീതിയിൽ. ഇത് കാരണം സാധാരണ പഠിക്കുന്ന പോലെ അല്ലല്ലോ. അതും ഈ ഫാക്ട്സും ഫാക്ട് ചെക്ക് ചെയ്തിട്ടും പിന്നെ മുമ്പ് ഇവിടെ പഠിച്ച ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോഴും അവർ ഫസ്റ്റ് പ്രയോറിറ്റി തിങ്കിന് തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പം എന്തായാലും വേറൊരു ഓപ്ഷൻ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ ഒരു സീനിയർ ഇപ്പം NID ആന്ധ്രയിലുണ്ട്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു കാലിക്കറ്റ് തിങ്ക് നല്ലതാണ്, അങ്ങോട്ട് പൊക്കോ. അപ്പം ഞാൻ ഓക്കെ, അത്ര ഉണ്ടായുള്ളൂ. എന്തെങ്കിലും സ്റ്റഡി നടത്തിയിരുന്നോ തിങ്കിനെ പറ്റി? ഒന്നും നടത്തിയിട്ടില്ല. എന്റെ തന്നെ സീനിയർ തിങ്ക് പഠിച്ചു പറഞ്ഞു, കൊച്ചി തിങ്ക് പഠിച്ച് കാലിക്കറ്റ് വന്നു. പിന്നെ കുറെ റിസർച്ച് നടത്തിയിരുന്നു, മറ്റേ വേറെ 2-3 ഉണ്ടല്ലോ. കമ്പാരിറ്റീവ് അവരുടെ റേഷ്യോ വെച്ച് നോക്കുമ്പോ തിങ്കിന്റെ കേരളത്തിലുള്ള ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതന്നെയാണ് അവർക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ളത്. ആ ഒരു ഇതുകൊണ്ട് തിങ്കിനെടുത്ത്. എങ്ങനെയുണ്ട് തിങ്കിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? തിങ്കിനെ പറ്റി നല്ല എക്സ്പീരിയൻസേ ഉള്ളൂ. സ്കൂളിലാണെങ്കിൽ ഒരു ക്ലാസ്സിൽ എപ്പോഴും വരക്കുന്ന ഒരു കുട്ടി ഉണ്ടാവൂലേ, ഈ ഓണക്കളം വരക്കുക അല്ലെങ്കിൽ ബയോളജീൻ്റെ ഡയഗ്രാം വരയ്ക്കാനെല്ലാം അവളെ കൊണ്ടോ പറയും. അങ്ങനത്തെ ഒരു എല്ലാ ക്ലാസ്സിലും ഓരോ പിള്ളേരെ എടുത്തിട്ട് ഒരു ക്ലാസ് കൊണ്ടുപോയിട്ട് അതാണ് തിങ്കിലെ അവസ്ഥ. നല്ല കുറേ ആളെ പരിചയപ്പെട്ടു. ഈ ഫീൽഡിനോട് കുറച്ചുകൂടി അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ടീമിൽ വർക്ക് ചെയ്യേണ്ടത് അതൊക്കെ തിങ്ക് നല്ല രീതിയിൽ പറയും. എങ്ങനെയാണ് ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്പുറത്തെ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതുപോലത്തെ കുറേ ഫാക്ടേഴ്സിൻ്റെ തിങ്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ പിന്നെ തിങ്കിൽ നല്ല ഇതുപോലത്തെ കുറേ നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ആദ്യമായിട്ട് ഇപ്പോൾ തിങ്കിൽ വരുമ്പോൾ എനിക്ക് ഡിസൈനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഫുൾ കോൺഫിഡൻസിലാണ് വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കഴിവ്, വരയ്ക്കാനൊക്കെ ഭയങ്കര കഴിവ്. എനിക്കാണെങ്കിൽ വരയ്ക്കാൻ അത്ര കഴിവില്ല, നോക്കി വരയ്ക്കാന്നല്ലാതെ ഒറ്റയ്ക്ക് മൈൻഡിൽ നിന്ന് എടുത്ത് വരയ്ക്കാൻ വലിയ കഴിവൊന്നും ഇല്ലാത്തൊരു ആളായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വരയ്ക്കാൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതൊക്കെ അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ടീച്ചേഴ്സാണെന്ന് തോന്നില്ല. അവരൊക്കെ ഏകദേശം ഏജ് ഗ്രൂപ്പ് NID അലുമിനീസ് അവരൊക്കെയാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നും വരില്ല, ഏകദേശം നമ്മുടെ ഏജിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അവർ ചിലപ്പോൾ നമ്മുടെ ഡ്രോയിങ്സ് ഒക്കെ കണ്ട് അതിനനുസരിച്ച് കൃത്യമായി ജഡ്ജ് ചെയ്യും. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ, കാരണം അത്ര നന്നായിട്ട് അവർ പറയാം.
അങ്ങനെ കൃത്യമായിട്ട് അവർക്ക് എല്ലാം പറഞ്ഞു തരും. പിന്നെ നമ്മൾ മാനാഞ്ചിറയൊക്കെ പോകും, ബീച്ചിലൊക്കെ പോയി സ്കെച്ച് ചെയ്യും. അവിടെ എന്നെ പഠിപ്പിച്ചത് അഭിരാമാണ്. ഓരോ ആൾക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കണം, ഇതിന്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ വന്നിരുന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു തരും. ഇങ്ങനെ വരയ്ക്കുക, അവിടെ നോക്കി ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക എന്നിട്ട് എന്നെ പഠിപ്പിച്ചു തരും. അങ്ങനെ പറഞ്ഞൊക്കെ അഭിരാമാണ്. അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് അത്യാവശ്യം നന്നായി ഹെൽപ്പ് ചെയ്യും. സാധാരണ ഇപ്പൊ നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ട് അപ്പുറത്തുള്ള ആൾക്ക് കൂടുതൽ മാർക്ക് പാടില്ല, അങ്ങനെയൊക്കെയാണോ നമ്മൾ ശരിക്കാണെങ്കിൽ ഒരു എൻട്രൻസ് കോച്ച്. പക്ഷെ നമുക്ക് അങ്ങനെ എൻട്രൻസ് കോച്ചിങ് ഒന്നും തോന്നില്ല. നമ്മൾ ശരിക്കും ഒരു കോളേജിൽ കയറിയ ആ ഒരു ഫീൽ ആയിരുന്നു. നമ്മൾ അത്രയും ഫ്രീ ആയിട്ട് പഠിക്കുക, നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. അങ്ങനെ വേറൊരാളുടെ മാർക്ക് കുറയണം എന്ന് ആഗ്രഹിക്കുക, അങ്ങനെയൊന്നും നമ്മൾ എല്ലാവർക്കും കിട്ടണം എന്ന് തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് തിങ്കിലുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഒരേ വേവ്ലെങ്ത്, ഒരേ ആറ്റിറ്റ്യൂഡ്, ഒരേ എക്സാമിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെന്നില്ല, ആ ഒരു ലെവലിലുള്ള കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥി ഏത് റേഞ്ചിലാണ്, ഞാൻ എത്രത്തോളം ഹൈ ചെയ്യണം? അത് നമ്മൾ വിചാരിക്കും, അത് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ ഓരോപ്പോ ഞാൻ ആദ്യം ഫസ്റ്റ് വന്നപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് വരയ്ക്കുന്ന ആൾക്കാര്, അപ്പൊ നമുക്ക് തോന്നും അവരൊക്കെ ഭയങ്കരമായിട്ട് വരയ്ക്കണം, അവരൊക്കെ കയറിപ്പോയില്ലേ, നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ടെൻഷൻ നമുക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലും, അവർ വരയ്ക്കുന്ന സാധനങ്ങളൊക്കെ നോക്കും, എങ്ങനെയാണ് അവർ വരയ്ക്കണത്, അവരുടെ സ്റ്റൈൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനത്തെ ഒരു ഹെൽത്തി റൈവലറി നമുക്കുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറയാം, റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കി നമ്മളിങ്ങനെ തമ്മിൽ പറയുകയൊക്കെ ചെയ്യും. അതെ, ഇവരൊക്കെ ഇങ്ങനെ എപ്പോഴും പറയും റാങ്ക് വേണം, ഞാൻ റാങ്ക് വേണം ഇങ്ങനെ പറയും. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഒരാളോടും നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റൈവലറി അങ്ങനത്തെ ഒന്നും നമുക്ക് തോന്നേയില്ല. നമ്മളെല്ലാവരും കൂടി ഒരു ടീമായിട്ട് മാനാഞ്ചിറയിൽ ചെല്ലും, എന്നിട്ട് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കും, എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും. അഭിരാം കാപ്പി ഓടിച്ചു തരും. അഭിരാമാണ് എല്ലാവർക്കും വാങ്ങിത്തരും അഭിരാം. എനിക്ക് മനസ്സിലായ കാര്യം, ലൈക്ക് ഇവര് സ്പൂൺ ഫീഡ് ഇത് തിരല്ല ചെയ്തിട്ടുണ്ട് ഈ ഫാക്കൽറ്റി ഒന്നും. നമ്മളൊരു സ്വയം പ്രാപ്ത ഈക്കാണ്. ലൈക്ക് ആ ഒരു വർക്കിന് അവര് വരൂല എക്സാം ചെയ്താൽ നമ്മൾ തന്നെ എഴുതണം. ലൈക്ക് എന്താ പറയാ, ഒരു ചിത്രം ബോർഡിൽ വരച്ചിട്ട് അത് നോക്കി വരക്കാനോ ആ ഒരു സിസ്റ്റം അല്ലല്ലോ. നമ്മൾ ഡ്രോയിങ് ക്ലാസ്സിന് പോയിട്ടുണ്ട്, അവിടെ എങ്ങനെ ജസ്റ്റ് ബോർഡിൽ ചിത്രം ഉണ്ടാവും, അതിനെ നോക്കി വരക്കുക, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ ചിത്രം ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, നമ്മളൊരു ക്രിയേറ്റീവ് സൈഡ് ഫുള്ള് അവരങ്ങോട്ട് ഉള്ളിന്നിട്ട് എടുക്കുകയാണ്. ആ സാധനം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ അഭിരാമ് എന്താ പറയാ, എന്നും അഭിരാമ എന്റെ റൂംമേറ്റും കൂടെ ആയിരുന്നു. ഞങ്ങള് വൈകുന്നേരം മാനാഞ്ചിറന്നാലും അല്ലെങ്കിൽ രാത്രി റൂമിൽ നിന്നായാലും തന്നെ രാത്രി റൂമിൽ നിന്ന് ഈ ചിത്രം വരക്കുന്ന പരിപാടി തന്നെയാണ്. ഞാൻ പിന്നെ അവൻ എന്റെ മോഡലായിരുന്നു. അവനെ നിർത്തിയിട്ടായിരുന്നു ഞാൻ എന്റെ നല്ല നല്ല ചിത്രങ്ങളൊക്കെ അവനെയാണ് വരച്ചിട്ടുള്ളത്. അവന്റെ കുറെ ആൾക്കാരെ കൊണ്ട് അവന്റെ മുഖം മാന്തിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് വരച്ചിട്ടുള്ളത്. അത് അവന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് ആ പിക്ചർ, ചെക്ക്ഔട്ട് ചെയ്യാം. അതെ അതെ, വളരെ ഡാർക്ക് ചെയ്യുന്ന അവരുടെ ഇപ്പൊ നന്നായി വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും ഒരു ക്ലാസ്സിനകത്ത്, ഡ്രോയിങ് സ്കിൽസ് വളരെ കുറഞ്ഞ കുട്ടികളുണ്ടാവും. എല്ലാവരും ഒരുപോലെ നിർത്തുന്നില്ല. തിങ്കിന്റെ ഒരു പങ്ക് എങ്ങനെയാണ്? തിങ്കിന്റെ ആക്ടിവിറ്റീസിന്റെ മെയിൻ എയിം എന്താന്ന് വെച്ചാല്, എൻ്റെ പെർസ്പെക്റ്റീവില് ടീം ബിൽഡിംഗ് ആണ്. ടീമിൽ നമ്മളെങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെയാണ് നമ്മളൊരു ടീമിനെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അപ്പം മെയിനായിട്ട് അതിലുണ്ടായതെന്ന് വെച്ചാൽ തിങ്കിൻ്റെ കഴിഞ്ഞ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത സീരീസ് ഓഫ് കോമ്പറ്റീഷൻ, ഇത് ആർട്ടോവ എന്ന് പറഞ്ഞിട്ട്, അത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് എങ്ങനെയാണ് ഒരു ടീമിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിച്ചത് സെക്കൻഡ് ആർട്ടോവയായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ വെച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഒരു മരം, അതിൻ്റെ കുറേ ബ്രാഞ്ചസിൻ്റെ മുകളിൽ കുറേ ഡെക്കറേറ്റീവായിട്ട് അതിൻ്റെ ഒക്കെ റൂട്ട്സ് ഒരു സ്ഥലത്ത് കൊളൈഡ് ചെയ്തിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ സ്പ്രെഡായി പോകുന്നത് പോലെ. അപ്പം അതിൽ നമ്മൾ മെയിനായി ഫേസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഒരേ മൈൻഡ് സെറ്റുള്ള കുറേ ആൾ, അവർക്കൊക്കെ പല പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും, പല രീതിയിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തമ്മിൽ കൊളൈഡ് ആവുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, അപ്പൊ ഈ ലീഡറായി വെച്ച ആൾക്കാണെങ്കിൽ അതിനെക്കാട്ടും വലിയ പ്രശ്നമായിരുന്നു. അതെ, എല്ലാരും കൂടി വന്നിട്ട് ഇങ്ങനെ അവരുടെ ഐഡിയ പറയുകയും ചെയ്യും. ഐഡിയ ക്ലാഷ്. അപ്പൊ ഒരാളിങ്ങനെ നിൽക്കുക, ചുറ്റുമുന്ന ആൾക്കാർ അവരുടെ ഐഡിയ അങ്ങനെ ഡംപ് ചെയ്യാണ്. പക്ഷെ അപ്പൊ ഏത് സെലക്ട് ചെയ്യണം എന്ന് അറിയണില്ല. കറക്റ്റ് ആ കോർഡിനേഷൻ വന്നു എന്ന് മനസ്സിലായത് നമുക്ക് ആ സെക്കൻഡ് ആർട്ടോവന്റെ കോമ്പറ്റീഷൻ തന്നായിരുന്നു. കാരണം ഫസ്റ്റ് ആർട്ടോവ കോമ്പറ്റീഷൻ നമ്മൾ ലാസ്റ്റ് ആയിരുന്നു. അതോടെ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ആർട്ടോവയ്ക്ക് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നത്. നമ്മള് തലേന്ന് പോയിട്ട് കൊറേ കുപ്പി പാട്ട് അതൊക്കെ പെറുക്കി വരിക, ബീച്ചിലൊക്കെ പോയി പെറുക്കി വരിക, അങ്ങനെയൊക്കെയായിരുന്നു. മെറ്റീരിയൽസ് ആയാലും ഇപ്പൊ സെക്കൻഡ് ആർട്ടോവയ്ക്ക് ആണെങ്കിൽ നമുക്ക് അറിയാം ഇന്ന മെറ്റീരിയൽ വാങ്ങണം, ഇത്ര ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് കറക്റ്റ് വാങ്ങി നമുക്ക് ഉണ്ടാക്കാം. ഇത് കുറെ കുപ്പി പാട്ട, കുറെ ചില്ല്, ഇത് മരം, അപ്പൊ നമ്മൾ ഇത് വെച്ച് ഒരു സാധനം ഉണ്ടാക്കും വേണം. അതിനെവിടെ കൂടെ നമ്മൾ ടീം വർക്കും ഉണ്ടാവണം, ഒക്കെ സെറ്റ് ആവണം. ലീഡേഴ്സ് തമ്മിൽ 2 ലീഡർമാരുണ്ട്, അവർ തമ്മിൽ തന്നെ കൊളാശം ഒന്നും ഉണ്ടായില്ല. അതിന്റെ എയിം എന്ന് വെച്ചാല് ഉദ്ദേശിച്ചത് നമ്മൾക്ക് മിനിമൽ സാധനങ്ങൾ കൊണ്ട് മാക്സിമം ആയിട്ട് എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്ത് ഉണ്ടാക്കുമെന്നായിരുന്നു. പക്ഷേ സെക്കൻഡ് ആർട്ടോവ കോമ്പറ്റീഷൻ വന്നപ്പോൾ എല്ലാവരും കട്ടക്കോ ഒന്നിച്ചായിരുന്നു. അതിലും ഐഡിയ ക്ലാഷുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് 3 ആളല്ലേ ഫസ്റ്റ് ആ വീഡിയോ മേക്കിംഗ് മുതൽ ലാസ്റ്റ് നമ്മൾ 3 ആളെ ഉണ്ടായിട്ടുണ്ടല്ലോ. എല്ലാത്തിനും ഞങ്ങൾ 3 ആളുണ്ടായിട്ടുണ്ട്. ഒരു പ്രൊമോ വീഡിയോ മുതൽ ലാസ്റ്റത്തെ
യൂട്യൂബിൽ ഇടുന്ന എഡിറ്റിംഗ് വരെ. ആ ഒരു ഓട്ടം ഇപ്പൊ നിഫ്റ്റിൽ വരെ എത്തി നിൽക്കുന്നു. അതെ. ഓക്കെ. അപ്പൊ അഫ്രീദിന്റെ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറയാമോ തിങ്കിന്റെ ഈ ഒരു ഡേ 1 തൊട്ടുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു? നന്നായി വരയ്ക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അഫ്രീദ്? ഞാൻ നോക്കി വരക്കും അത്യാവശ്യത്തിന്. അതേപോലെ എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീൽഡ് ലൈക്ക് ഒരു ബേസ് പറയുന്നത് റിയലിസം ആണ്. ഓക്കെ. ലൈക്ക് ഗ്രാഫിക് പെൻസിലുണ്ട്. ഓ ശരി. ആഹാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വരക്കുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് പോയിന്റ് ഓഫ് വ്യൂ ഡ്രോയിങ് അല്ലെങ്കിൽ സീൻ ഡ്രോയിങ്, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫാക്കൽറ്റി ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഗൈഡൻസ് തന്നത് അക്ഷയ് ഏട്ടനാണ്. ഐ മീൻ അക്ഷയ് സാറാണ്. ഓക്കെ. ഒരു ടൈമിൽ നമുക്ക് വരക്കാനും മൂഡില്ല, അല്ലെങ്കിൽ നമുക്കൊരു വരക്കാനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണെങ്കിൽ സാറ് വന്ന് വരക്കാൻ വേണ്ടി വരെ മോട്ടിവേറ്റ് ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ വരക്കാത്ത വയ്ക്കും. അപ്പോൾ ചീത്ത അറിയണതിന്റെ പകരം ഇതിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ലിസണറായിട്ട് നിൽക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് തിങ്കുന്ന അങ്ങനത്തെ കുറെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിസൈൻ വേൾഡ് ആണ്, ഹോംവർക്ക് നന്നായിട്ട് വേണം, ശരിയല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിന് ഉപരിയായിട്ട്, ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന നോളജിന് ഉപരിയായിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഹോംവർക്കുകൾ? ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളെല്ലാം പോക്കറ്റ് ഡയറീസ് കീപ്പ് ചെയ്യാറുണ്ട്, ഹാൻഡ് ബുക്സ്, സ്കെച്ചുകൾ, ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വരയ്ക്കുക. ഇത്തരം ഹാബിറ്റ്സ് എങ്ങനെയായിരുന്നു? ഞാൻ യൂഷ്വലി ഒരു ബുക്ക് എപ്പോഴും കയ്യിൽ വെക്കാൻ ശ്രമിക്കും. തിങ്കിൽ വരുന്നതിന് മുന്നേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിന് നല്ലോണം ഒബ്സർവ് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു നിർബന്ധമായി മാറി. ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ വരുമ്പോഴാണ് അറിയണത്. ഞാൻ വരക്കല്ലേ വീക്ക, ഞാൻ അങ്ങനെ വരയ്ക്കുന്ന ഒരാളല്ല. എനിക്ക് കൂടുതൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തേനൊക്കെ ആയിരുന്നു താല്പര്യം. വരക്കല് ഞാൻ ഇവിടെ വന്നിട്ടാണ് തുടങ്ങണത്. അപ്പോൾ എനിക്ക് അങ്ങനെ പോക്കറ്റ് ഡയറി എനിക്ക് ഇവിടുന്നാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടുക. അപ്പോൾ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു സ്കെച്ച് ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ, എനിക്ക് ആൾക്കാരെ വരയ്ക്കാൻ ആക്ച്വലി ഇഷ്ടമല്ല, പ്രൊപ്പോർഷൻസ് ഒന്നും കറക്റ്റ് ആവില്ല. അപ്പം ഞാൻ ഈ മാനാഞ്ചിറ പോയിരുന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ വരച്ച് അങ്ങനെയാണ് എൻ്റെ റിലേറ്റീവ് പ്രൊപ്പോർഷൻസ് അതൊക്കെ കറക്റ്റ് ആയത് ലൈവ് സ്കെച്ച് വെച്ചിട്ടാണ്. പിന്നെ നമുക്കിങ്ങനെ പിന്നെ എവിടെ പോകുമ്പോൾ ഇങ്ങനെ വരയ്ക്കാനൊക്കെ തോന്നും. അപ്പം നമ്മൾ വരയ്ക്കും. ലൈവ് സെഷന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് ആക്ച്വലി നമ്മൾ ലൈവായിട്ട് സ്കെച്ച് ചെയ്യുന്ന സമയത്ത്? ലൈവ് സ്കെച്ച് എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വരയ്ക്കണം, കാരണം നമ്മൾ വരച്ച് തുടങ്ങുമ്പോഴേക്കും എണീച്ചു പോകും. അത് എപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ചില സീനുകളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാം. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ഒരു മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിനെ നോക്കി വരയ്ക്കാൻ, അതായത് കോപ്പി പേസ്റ്റിംഗ് ആയില്ലേ? ഇപ്പോൾ ഒരു മൂവിങ് ചെയ്യുന്ന നമ്മൾ ഇമാജിനേഷനിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് ആക്ച്വലി ഇതിന്? ഇപ്പോൾ ഒരാള് ഒരു പോസിൽ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി ഇത് ക്യാപ്ചർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഫുള്ള് വരയ്ക്കാൻ ടൈം കിട്ടില്ല, അപ്പോഴേക്കും എണീച്ചു പോകും. ബാക്കി നമ്മൾ കണ്ട ഓർമ്മയിൽ വരയ്ക്കണം. അപ്പോൾ അവിടെ ആ ഒരു ഇമാജിനേഷന്റെ ഇത് വരുന്നുണ്ട്. ഇങ്ങനെയല്ലല്ലോ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. കുറച്ചേ പഠിപ്പിച്ചുള്ളൂ, ബാക്കി ഒറ്റയ്ക്ക് പഠിച്ചു. അപ്പൊ ലൈവ് സ്കെച്ചിന് പ്രാധാന്യമുണ്ട്, നല്ല പ്രാധാന്യം. ശരി. എങ്ങനെ ഡെയിലി ചെയ്യായിരുന്നു? കുട്ടീനായിട്ട് ഒരു ഹാബിറ്റേഷൻ ആയിരുന്നു അത്? നമ്മള് തിങ്കുന്ന നേരെ മാനാഞ്ചിറയിലേക്ക് പോകും, ഒരു കാപ്പി കുടിക്കും, എന്നിട്ട് നമ്മളൊരു മരച്ചോട്ടിലിരിക്കും, നമ്മൾ വരയ്ക്കും. ചിലപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചിരുന്നിട്ട് 2-3 ആൾക്കാർ അങ്ങനെ നോക്കിയിട്ട് വരയ്ക്കും. ചിലപ്പോൾ സെയിം ആൾക്കാർ വരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ സ്കാറ്റർ ആയിട്ട് ഇങ്ങനെ പോകും, എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് വരയ്ക്കും. ഈ ഒരു വര എന്ന് പറയുമ്പോൾ കോഴിക്കോട് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് തോന്നുന്നു. ഈ ഒരു നിങ്ങളുടെ മറുപടികളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് കോഴിക്കോട് നല്ലൊരു ആർട്ട് കൾച്ചർ ഉള്ള സിറ്റിയാണ്. ആർട്ടായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോയട്രി ആയിട്ടും ഒക്കെ കാലിക്കറ്റ് ആ ഒരു കാര്യത്തിൽ മുമ്പോട്ടുള്ള സിറ്റിയാണ്. അതെ അതെ അതെ. ലൈക്ക് എന്താ പറയാ, ഇവിടെ തന്നെ നമ്മള് ഡിസൈൻ ആശ്രമം അങ്ങനത്തെ കുറെ ഗുജറാത്തി സ്ട്രീറ്റ് ഒക്കെ പോയ എന്ത് രസം. ലൈക്ക് കാര്യങ്ങള് അതിനെ പറ്റി പറയുമ്പോഴാണ് ഞങ്ങള് ഫസ്റ്റ് ലൈവ് സ്കെച്ചിങ് അങ്ങോട്ടാ പോണത്. എന്തൊക്കെയോ നടന്നുണ്ടല്ലോ അവിടെ. നമ്മൾ ആദ്യം വരച്ചോണ്ടിരിക്കുക, നമ്മളോട് പറഞ്ഞു ആദ്യം ഒരു സ്ഥലം, ഒരു സീനറി അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാൻ വേണം. അപ്പൊ നമ്മൾ ഓരോ മൂലയ്ക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുമ്പോ ഇവൻ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ വാ, ഞാൻ നല്ല സീനറി, നല്ല വൈബ്, നല്ല കാറ്റ്, ഇവിടെ നോക്കിയാ കടല് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട്, എന്താണ് കോണിയൊന്നും ഇല്ല, അങ്ങനെ കമ്പി മാത്രം തൂങ്ങിയിട്ട് അതിലൊക്കെ പിടിച്ച് കയറി മുകളിലേക്ക് പോയിട്ട് ഒരു ടെറസ്. ആക്ച്വലി നല്ല സ്പോട്ടായിരുന്നു, നല്ല സ്പോട്ടാണ്, നല്ല കാറ്റ്, കടലൊക്കെ. ഓടിട്ട വീടൊക്കെ തന്നെയാണ്, വീടിന് മേൽക്കൂര. കുറെ പേര് ഓടിന്റെ മുകളിൽ കയറിയിരുന്നു, നമ്മൾ അങ്ങനെ നോക്കി വരച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷെ അത് ഏതൊരാളെ വീടായിരുന്നു, കുറച്ചായിട്ടുണ്ട് ചേച്ചി അപ്പൂപ്പൻ. അപ്പൂപ്പനും പോയി ചേച്ചി വന്ന്, നിങ്ങൾ ആരാ ചോദിച്ചു, നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, അതിന് ഞങ്ങളോട് എന്താ കാര്യം ചോദിച്ചു. പിന്നെ ഒരു അപ്പൂപ്പൻ വന്ന് ഹിന്ദിയില് ചീത്ത വിളിച്ചു. അപ്പൊ ഞങ്ങളൊക്കെ ഓടി, അഫ്രീദിന് മാത്രം അവിടെ ഇട്ടു, ഞങ്ങൾ ഓടി ഫസ്റ്റ്. ഞാനവിടെ നിൽക്കില്ല, ഞാനും ഓടി. വരച്ച ചിത്രം വല്ലതും കാണിച്ചു കൊടുത്തോ? അതൊന്നും സമയമില്ല, ഓട്ടായിരുന്നു, നമ്മൾ ഓടി ഇറങ്ങി. 8 ആൾക്കാരുണ്ടായിരുന്നു അവരെ വീണ്ടും മുകളില്. സോ ലൈവ് സ്കെച്ച് എന്ന് പറയുമ്പോൾ ഗുജറാത്തി സ്റ്റേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇതാണ് മൈൻഡിലുള്ളത്. ഇവിടെ വേറെ ആൾക്കാർക്ക് നമുക്ക് തരാൻ നോളജ് ഉണ്ട്, 2 ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ അതേപോലെ തന്നെ എപ്പോഴും വരച്ചു കഴിഞ്ഞാൽ പറ്റില്ല, അതിനനുസരിച്ചിട്ട് നല്ല ഔട്ട്പുട്ട് ഉണ്ടാവും. ഉണങ്ങുന്നത് വരെയുള്ള 4 സീക്വൻസ് ഡ്രോയിങ്, 7 തല എന്നുള്ള സാധനം പഠിക്കണം. പിന്നെ പുതിയ ടൈപ്പ് ഡ്രോയിങ് സ്റ്റൈൽസ് പഠിപ്പിച്ചു തന്നിരുന്നു. അത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നല്ലോണം സ്വാധീനിക്കും. ആ പ്രോംപ്റ്റ് കൊടുക്കണ നേരം നമുക്ക് ആ നേരം കൊണ്ട് വേറെ ഉണ്ടാക്കാം. എൻജോയബിളും അത് തന്നെയാണ്. മിഷൻ പത്രിക ആണോ അതോ കൈക്കൊണ്ടുണ്ടാക്കിയ പത്രിക ആണോ ടേസ്റ്റ് കൂടുതൽ?